LS Mega Bible Quiz 2026 എപ്പിസോഡ് 57 ക്വസ്റ്റ്യൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പോർഷൻ പറയുന്നു ന്യായാധിപന്മാർ 14 മുതൽ 17 വരെയും ലൂക്കോസ് 13 അധ്യായത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 5 അക്ഷരമുള്ള ഒരു പദം. 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ വെള്ളമില്ലാത്ത ഭൂപ്രദേശം. 3-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ന്യായാധിപന്റെ ബാല്യക്കാരന്റെ പേര്. കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ ആ പേരുണ്ട് കേട്ടോ. 4-5 അക്ഷരങ്ങൾ ചേർന്നാൽ യുദ്ധം എന്നർത്ഥം. 1-5 അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ ഒരു ചെറിയ അംശം, ഒരു തുള്ളി എന്നർത്ഥം. ഏതാണ് ഈ 5 അക്ഷര വാക്ക്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 5 അക്ഷരമുള്ള ഒരു പദം. 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ വെള്ളമില്ലാത്ത ഭൂപ്രദേശം. 3-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ന്യായാധിപന്റെ ബാല്യക്കാരന്റെ പേര്. 4-5 അക്ഷരങ്ങൾ ചേർന്നാൽ യുദ്ധം എന്നർത്ഥം. 1-5 അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ ഒരു ചെറിയ അംശം, ഒരു തുള്ളി എന്നർത്ഥം. ഏതാണ് ഈ 5 അക്ഷര വാക്ക്? രണ്ടാമത്തെ ചോദ്യം. അബ്രഹാമിന്റെ പുത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ? അബ്രഹാമിന്റെ പുത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ? മൂന്നാമത്തെ ചോദ്യം. ബന്ധുക്കൾ അല്ലെങ്കിൽ ചാർച്ചക്കാർ എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? ബന്ധുക്കൾ അല്ലെങ്കിൽ ചാർച്ചക്കാർ എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? നാലാമത്തെ ചോദ്യം. സൗകര്യമുള്ളയിടത്ത് താമസിപ്പാൻ വന്നത് ആര്? സൗകര്യമുള്ളയിടത്ത് താമസിപ്പാൻ വന്നത് ആര്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 3 പ്രാവശ്യം ശിംശോന്റെ മേൽ വന്നത് എന്ത്? 3 പ്രാവശ്യം ശിംശോന്റെ മേൽ വന്നത് എന്ത്? അപ്പൊ ഇതാണ് ഇന്നത്തെ 5 ചോദ്യങ്ങൾ. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. നിങ്ങളെ കാത്ത് ഒത്തിരി സമ്മാനങ്ങളും അതുപോലെ പോയിന്റ്സും ഉണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആൻസേഴ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ് ബൈ ആൻഡ് ടേക്ക് കെയർ.